ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുധീഷ് പറഞ്ഞിട്ട് നിധിനെ ഗോപി പോലീസ് വിളിക്കുകയാണ് കേട്ടോ. ആ പോലീസാണല്ലോ അവരുടെ കല്യാണം സ്റ്റേഷനിൽ നടത്തി കൊടുത്തത്. അപ്പോൾ അവൾ ഓർക്കാണ് എന്തിനാണ് ഇപ്പോൾ പോലീസ് എന്നെ വിളിക്കുന്നത് എന്നിങ്ങനെ ഓർക്കാണ് കേട്ടോ. അങ്ങനെ പോലീസ് അവളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പം അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, സുധീഷ് എങ്ങനെയാണ്, 5 ആണുങ്ങളുള്ള വീടല്ലേ, വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല സാർ അവരെല്ലാം ഓക്കെയാണ്, നല്ലവരാണ്, അവരെ കൊണ്ടൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് മോളെ നീ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്? ഞാൻ അറിഞ്ഞല്ലോ എല്ലാം, കല്യാണം കഴിഞ്ഞ് 2 മാസമല്ലേ ആയിട്ടുള്ളൂ, അതും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കല്യാണം നടത്തിയത്, അപ്പോൾ എന്തുകൊണ്ടാണ് നീ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്? അത് കേട്ടപ്പോൾ നിധി ഷോക്കായി. കാരണം പോലീസ് എങ്ങനെ ഇത് അറിഞ്ഞെന്നുള്ളൊരു ഷോക്കാട്ടോ അവൾക്ക്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഇത് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ കല്യാണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഡിവോഴ്സ് എന്തിനാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങൾ പോയ വക്കീൽ എൻ്റെ സുഹൃത്താണ്, അപ്പോൾ അയാളാണ് എന്നെ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞതെന്നും പറയുന്നുണ്ട്. പോലീസ് കുറച്ച് സൗണ്ടിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. അത് കേട്ടപ്പോൾ നിധിക്ക് പേടിയാവുന്നുണ്ട്. എന്നിട്ട് പോലീസ് പറയാണ്, ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ കല്യാണം നടത്തിയത്, നിൻ്റെ അച്ഛനെ എതിർത്തിട്ടല്ല ഞങ്ങൾ നടത്തിയത്, എന്നിട്ടോ ചെറിയ 2 കാര്യങ്ങൾക്ക് ഡിവോഴ്സ് എന്നോ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിധി ആലോചിക്കുന്നുണ്ട്, ഡിവോഴ്സ് ചെയ്യുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റിന് എന്താ കാര്യം എന്നൊക്കെ. പക്ഷെ അത് സാറോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൾ കേട്ടിരിക്കുകയാണ്. അങ്ങനെ സാർ അവളെ വീണ്ടും ഒരു ഭീഷണി സ്വരത്തിൽ പറയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം, എൻ്റെ നമ്പർ സേവ് ചെയ്യണം, അത് ഞാൻ തീർത്ത് തന്നോളാം. സുധീഷോ ആരെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഒരിക്കലും ഡിവോഴ്സ് ചെയ്യരുത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കുമ്പം ഈ സെയിം കാര്യം തന്നെ ഞാൻ കേൾക്കണം, കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് സാറ് കോൾ കട്ട് ചെയ്യണം. അപ്പം നിധി ഓക്കെ എന്നും പറയുന്നുണ്ട്. കോൾ കട്ട് ചെയ്തൊന്നും നിധി ഭയങ്കര ടെൻഷനിലാണ്. അങ്ങനെ നമ്മൾ നേരെ സുധീഷിനോട് ഈ കാര്യം പറയാൻ വേണ്ടി പോകുമ്പോൾ സുധീഷ് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഫോണിൽ പാട്ട് കേൾക്കുകയാണ്. അവൻ നന്നായിട്ട് താളം കൊട്ടി എൻജോയ് ചെയ്തിട്ടാട്ടോ പാട്ട് കേൾക്കുന്നത്. നിധി വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് അവൻ പെട്ടെന്ന് എണീറ്റത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സുധീഷ് നിന്നെ പോലീസ് വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോൾ സുധീഷാണല്ലോ ഇത് ഒപ്പിച്ചത്. അപ്പോൾ സുധീഷിനൊരു കള്ളച്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് സുധീഷ്, എന്നെ വിളിച്ചിരുന്നു, എന്നെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു, എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഗോപി പോലീസാണോ വിളിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, അതേ ഗോപി പോലീസും വിളിച്ചു, പിന്നെ ഇൻസ്പെക്ടറും സംസാരിച്ചു. എന്തൊരു ചീത്തയായിരുന്നു. അപ്പോൾ നിധി പറയാണ്, അല്ല നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്നതിൽ അവരെന്തിനാണ് ഇടപെടുന്നത്? വക്കീൽ അങ്ങനെ ഒറ്റ കൊടുക്കാൻ പാടില്ലല്ലോ, ക്ലയൻറ്റിൻ്റെ കാര്യം സീക്രട്ട് ആയിട്ടല്ലേ വെക്കേണ്ടത്. അതുമല്ല വക്കീലിന് ഈ കേസ് പൈസ പോയില്ലേ, നമ്മൾ കേസ് എടുക്കുമ്പോൾ അവർക്ക് പൈസ കിട്ടില്ലേ, പിന്നെ എന്താ ഇങ്ങനെയെന്നൊക്കെ പറയാട്ടോ. അത് കേട്ടപ്പോൾ സുധീഷ് ആകെ പെട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല നിധി, ഞാൻ നിയമമൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എനിക്കിതൊക്കെ എങ്ങനെ അറിയാം? കാറിൻ്റെയും വണ്ടീൻ്റെയും ഒക്കെ കാര്യം ചോദിച്ചാൽ എനിക്കറിയാം, അല്ലാണ്ട് നിയമമൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിധി പറയണം, അതല്ല സുധീഷ്, ഇതിലൊക്കെ ഇടപെടാൻ അവർക്ക് റൈറ്റ്സ് ഇല്ലല്ലോ, പിന്നെ എന്താ ഇത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിവോഴ്സ് ചോദിച്ചിട്ടായിരിക്കാം, നമുക്ക് ഒന്ന് പൊരുത്തപ്പെടാനുള്ള ടൈം പോലും ഇല്ലല്ലോ, നമ്മൾ 2 മാസം കൊണ്ട് തന്നെ ഡിവോഴ്സ് ചോദിച്ചില്ല, അപ്പോൾ അവരുടെ കണ്ണിൽ അത് നിയമത്തിനെതിരല്ലേ, കാരണം ഒന്ന് പൊരുത്തപ്പെടോ ഇല്ലേ നോക്കണ്ടേ, അതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ തന്നേക്കാം, അതായിരിക്കാം. അത് കേട്ടപ്പോൾ നിധി ഞെട്ടി. എന്നിട്ട് നിധി പറയണോ, 1 വർഷം കാത്തിരിക്കണോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല എന്നോട് വെച്ചാൽ എനിക്കറിയില്ല നിധി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ അവൻ പറയാൻ കേട്ടോ. അവൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്, പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ ഈ പറയണതൊക്കെ വണ്ടി കഴിയുകൊണ്ടിരിക്കുന്ന ഹരീഷ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ആ നത്തിൻ്റെ കണ്ണ് ഇങ്ങോട്ടാ, പതുക്കെ പറയും നിധിന്ന്. അങ്ങനെ അവൾ മെല്ലെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഹരീഷ് അതിൽ വന്നിട്ട് ചോദിച്ച്, എന്താ സുധീഷ് ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്താ തീർക്കുമെന്ന് വെച്ച്. അപ്പോൾ ഹരീഷ് നേരെ നിധിനോട് ചോദിച്ചു. അപ്പോൾ നിധി പറഞ്ഞു, ഇല്ല ഒരു പ്രശ്നമില്ലാന്ന്. അങ്ങനെ അവൻ പോകാൻ നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല പ്രശ്നം തീർക്കാൻ നീ എന്താ കോടതിയാണോ, പോടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരീഷ് ഒന്ന് പുച്ഛിച്ചിട്ട് ഹരീഷ് അകത്തേക്ക് പോവാണ്. ഹരീഷ് പോയപ്പോൾ സുധീഷ് നിധിനോട് പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം എന്തായാലും എന്ന് പറയുന്നുണ്ട്. നീ പോയിക്കോ എന്ന് പറയുമ്പോൾ നിധി അകത്തേക്ക് പോവാണ്. അവൾ പോയതും വീണ്ടും ഹെഡ്സെറ്റ് വെച്ചിട്ട് അതീവ സന്തോഷത്തോടു കൂടി ഡാൻസ് കളിക്കാണ് കേട്ടോ സുധീഷ്. പിന്നീട് കാണിക്കുന്നത് സുനന്ദേൻ്റെ വീടാണ്. സുനന്ദേൻ്റെ വീട്ടിൽ അവളുടെ മാമൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അവർ പോകുന്നത് ഇവരുടെ വീട്ടിലേക്കാണ്, നമ്മുടെ കിളിക്കൂട്ടിലേക്ക്. അപ്പോൾ സുനന്ദേൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അളിയ ഞാൻ വരണോ? അത് കേട്ടപ്പോൾ അവളുടെ മമ്മ പറയുന്നുണ്ട്, വേണ്ട അളിയൻ വരണ്ട, പിന്നെ എന്തെങ്കിലും അടിപിടി കേസായി കഴിഞ്ഞാൽ അളിയന് തിരിച്ചു പോകാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് അളിയൻ വരണ്ട. അങ്ങനെ അവളുടെ മാമൻ രണ്ടും കൽപ്പിച്ച് കിളിക്കൂട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവളുടെ മാമ അവിടെ എത്തുമ്പോൾ ഭാസ്കരൻ കൊലായിൽ പത്രം വായിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാസ്കരനാണെങ്കിൽ മൈൻഡ് തന്നെ ചെയ്യുന്നില്ല. അത് കണ്ടപ്പോൾ അവളുടെ മാമ ഒന്ന് കുറയ്ക്കുന്നുണ്ട്. എന്നിട്ടും ഭാസ്കരൻ മൈൻഡ് ചെയ്യാത്തപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താടാ ഞാനിവിടെ ഉണ്ടായിട്ട് നീ എന്താ തലയുർത്തി നോക്കാത്തേ? അത് കേട്ടപ്പോൾ ഭാസ്കരന് നല്ല ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ ആരടാ, നീ വന്ന് ഞാൻ എന്തിനാ നോക്കുന്നത്? ഞാനൊന്ന് തലയുർത്തി സംസാരിച്ച് നിനക്കത് താങ്ങാൻ കൂടെ കഴിയില്ല. അങ്ങനെയൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് വന്നു. അപ്പോൾ ഹരീഷിന് ദേഷ്യം വന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ എഴുതി കൊടുത്തത് ഓർമ്മ ഉണ്ടോ? നിങ്ങളിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, അതുപോലെ ഞങ്ങളും അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് നിങ്ങൾ മറന്നോ? അപ്പോൾ സുധീഷും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു പരാതി എഴുതി കൊടുക്കും. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അങ്ങോട്ട് എഴുതി കൊടുക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവളുടെ മാമനൊന്ന് അടങ്ങിയിട്ട് പറയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണ്ട, അതിനാണ് ഞാൻ വന്നത്. എൻ്റെ അനിയത്തി ലളിതേൻ്റെ മകൾ സുനന്ദേൻ്റെ വിവാഹം ഉറപ്പിച്ചു.
അത് കേട്ടപ്പം എല്ലാവരും ആദ്യം ഒന്ന് നടുങ്ങി, പ്രത്യേകിച്ച് നമ്മുടെ സുഭാഷ്. പക്ഷെ അവൻ പുറത്തത് കാണിച്ചില്ല കേട്ടോ. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അത് ഞാൻ എന്ത് വേണം, നിങ്ങൾ നടത്തിക്കോ, അതിനിപ്പോൾ ഞങ്ങളോട് എന്തിനാണ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരും അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, അതിന് വേണ്ടിയിട്ടാണ്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയമില്ല, പിന്നെയാണല്ലോ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെയും ഭാസ്കരനും അയാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും തർക്കമാവുന്നുണ്ട് കേട്ടോ. വാക്ക് തർക്കങ്ങളോട് വാക്ക് തർക്കം തന്നെയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് വീണ്ടും ഗംഗേട്ടൻ പറയാണ്, അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, കൂടെ തന്നെ സുനന്ദേനെ കല്യാണത്തിന് മുന്നേ കാണാനും പാടില്ല ആരും, അവളുടെ മനസ്സ് മാറ്റാനും പാടില്ലാന്ന്. അത് കേട്ടപ്പോൾ വീണ്ടും ഭാസ്കറിന് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ട എന്ത് ചെയ്യും നിങ്ങളെന്നൊക്കെ. എന്നിട്ട് വീണ്ടും ഗംഗേട്ടൻ പറയാണ് കേട്ടോ, നിങ്ങളവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളാരും വെട്ടി നുറുക്കി ഞാൻ കടലിൽ തള്ളുന്നു. അത് കേട്ടപ്പോഴേക്ക് ഭാസ്കറിന് ഭയങ്കരമായിട്ട് ചിരി വരിക കേട്ടോ. ചിരിച്ച് ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട്, വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട. സുധീഷും ഹരീഷൊക്കെ നല്ലോണം അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ, തിരിച്ച് മറുപടി നല്ലോണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരൻ ചോദിക്കുകയാണ്, ഹോ, ഇയാൾ ഇവിടെ കിടന്ന് ഇത്രയും വലിയ കോമഡി പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ചൂടാവണടാ, ചിരിക്കടാന്ന്. നിങ്ങൾക്കൊക്കെ കോമഡി മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭാസ്കരൻ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഭാസ്കരൻ വീണ്ടും പറയാണ്, നീ ഇപ്പോൾ പറഞ്ഞത് കോമഡി ഓക്കെ, പക്ഷേ ഇനി നീ വീണ്ടും ഇത് പറയുകയാണെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാനാവും ജയിലിൽ പോവാ. അപ്പോൾ അയാൾ തിരിച്ച് പറയുന്നുണ്ട്, ഓ നിങ്ങൾക്ക് ജയിലിൽ പുത്തരിന്നല്ലോ, പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലേക്ക് എടുക്കുക, അവളെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്, ഞങ്ങൾ കല്യാണം നടത്താൻ പോവാണ്. അങ്ങനെയൊക്കെ അയാൾ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴേക്ക് സുഭാഷ് അകത്തേക്ക് പോയി. എന്നിട്ട് പിന്നെ സുധീഷ് തിരിച്ച് പറയാണ്, അല്ല നിങ്ങളിവിടെ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക, ഞങ്ങളവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞോ, ഇല്ലല്ലോ, ഞങ്ങൾ അങ്ങോട്ട് ഇടിച്ച് കയറിയിട്ടുണ്ടോ പ്രശ്നം ഉണ്ടാക്കാൻ, ഇല്ലല്ലോ. അപ്പോഴേക്കും ഹരീഷ് പറയാണ്, നിങ്ങളുടെ മകൾ ഇങ്ങോട്ടല്ലേ വന്നത്, അല്ലാണ്ട് സുഭാഷേട്ടൻ അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ, സുഭാഷേട്ടൻ അവിടെ വന്ന് അവളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഭാസ്കരൻ പറയുന്നുണ്ട്, മക്കളെ വളർത്തിയ ഗുണം കൊണ്ടാണല്ലോ അവൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇങ്ങോട്ട് വരരുതെന്ന് എത്ര പറഞ്ഞാലും പിന്നെയും പിൻവാതിൽ കൂടെ നുഴഞ്ഞു കയറി വരുന്നതല്ലേ നിങ്ങളുടെ മകള്, പൂച്ചയുടെ ജന്മം എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ സുനന്ദേനെ. അപ്പോൾ സുധീഷ് പറയാണ്, അതുകൊണ്ട് ഇവിടെ വന്ന് വലിയ നാവാട്ടൊന്നും വേണ്ട, ആദ്യം പോയിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടല്ലോ. അപ്പോഴേക്കും ഭാസ്കരൻ പറയാണ്, അല്ലെങ്കിലേ കല്യാണ മണ്ഡപത്തിൽ കയറുന്നതിന് പകരം അവൾ ഞങ്ങൾ അടുക്കളവാതിൽ കൂടെ നുഴഞ്ഞു കയറി അകത്തേക്ക് വരും. അതുകൂടെ കേട്ട് നാണം കേട്ടിട്ട് അവളുടെ മാമ പിന്നെ നേരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.